ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. ഇഫ്താർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്, എന്നാൽ ആദ്യം ഉറപ്പൊന്നുമില്ല, നല്ല സോഫ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ചിക്കനാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ചിക്കൻ ഒരു 5-6 കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാമൊക്കെ വരും. ചെറിയ കഷ്ണങ്ങളാണ്. എല്ലുള്ളതായാലും എല്ലില്ലാത്തതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, മുട്ട വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. മുട്ട പുഴുങ്ങിയിട്ട് മുറിച്ചിട്ട് കൊടുത്തിരുന്നാൽ മതി ചിക്കന് പകരം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. അതിൻ്റെ പകുതി മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ശകലം ഉപ്പ്, അതിൽ 2-3 ഡ്രോപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇടണമെന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ നല്ലതാണ്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് ബട്ടറാണ്. 1 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യായാലും മതി. പക്ഷേ ബട്ടർ ആകുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ആ ഒരു നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു സോഫ്റ്റ്നെസ്സും കൂടെ വരുന്നത് അങ്ങനെയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഞരടി അങ്ങ് പിടിപ്പിക്കാം. നന്നായിട്ട് ഇങ്ങനെ ബട്ടറും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് ഞരടി മൈദയിലോട്ട് നന്നായിട്ട് പിടിപ്പിക്കുക. പിടിപ്പിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിലിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ട് കിട്ടും. തൊടുമ്പോൾ പൊടിഞ്ഞു പോവും, ആ ഒരു പരുവത്തിന്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരുപാട് ലൂസായി പോരുത്. ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്നാക്ക് എണ്ണ വല്ലാതെ കുടിക്കും. ടൈറ്റായി പോയാൽ കുറച്ച് ഹാർഡായി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് തൊടുന്ന സമയത്ത് സോഫ്റ്റാണ്, എന്നാൽ അതേ സമയത്ത് ഒട്ടും പറ്റി പിടിക്കുകയൊന്നും ചെയ്തിട്ടോ. അങ്ങനെ എങ്ങാനും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊടി കുറച്ചുകൂടെ കൂടുതലിട്ട് തന്നെ കുഴച്ചെടുക്കണം. പിന്നെ അത് അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. ആ അത്രയും സമയം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ അവിടെ അങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറായാലും മതി. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഒരുപാട് തീ കുറച്ച് വെക്കരുത്. തീ കുറച്ച് വെക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം അങ്ങ് ഇറങ്ങും. വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ അത് വെന്തങ്ങ് പോവുകയും ചെയ്യാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുന്ന സമയത്ത് ആ വെള്ളം അങ്ങനെ ഇറങ്ങാതെ അതങ്ങ് ഫ്രൈ ആയിട്ട് തന്നെ കിട്ടും. എന്നാൽ കരിഞ്ഞു പോകരുത്, വേവേം വേണം. അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആ സൈഡങ്ങ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ് ആവാനായിട്ട്, കറിയൊക്കെ വെക്കുമ്പോഴായാലും നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് നമ്മൾ തലേദിവസമേ വാങ്ങിച്ചിട്ട് കഴുകിയിട്ട് പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് പിറ്റേ ദിവസം എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ ആ തണുപ്പ് മുഴുവനും മാറിയതിന് ശേഷം എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഒരുപാടങ്ങ് മുരിഞ്ഞങ്ങ് പോകണ്ട, എന്നാൽ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. നമുക്കങ്ങ് എണ്ണയിൽ നിന്ന് എടുക്കാം. നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ. അയ്യയുടെ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു നുള്ള് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. അതിപ്പോൾ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എടുത്താൽ മതി. ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമായി പോകരുതേ, കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലൊന്ന് മുറിച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടിടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാനങ്ങ് ഇട്ട് പോയി എപ്പോഴാണ് ഓർത്ത്. ഇനി അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചതോ ഇട്ട് കൊടുത്താലും മതി. ഉള്ളി ഒരുപാടങ്ങ് മുരിഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വഴന്ന് വന്നിരുന്നാൽ മതി. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി, അതായത് നമ്മൾ സവാള എടുത്ത് വെച്ചിൻ്റെ ഒരു 1/4 ഭാഗത്തോളം തക്കാളി മതി, അതിട്ട് കൊടുക്കാം. അതും പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇനി നമ്മൾ തീ കുറച്ച് വെക്കേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടങ്ങ് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചാൽ തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി അങ്ങ് കുഴഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാനാണ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കുന്നത്. ഒരു സ്റ്റിർ ഫ്രൈ ചെയ്ത് എടുക്കില്ലേ, അതുപോലെ അങ്ങനെ. അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും ആ തക്കാളിയൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാല പൊടിയോ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. മസാലപ്പൊടി അധികമായി പോകരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിരുന്നാൽ മതി. മസാല അധികമാവാതെ ശ്രദ്ധിച്ചാൽ മതി, ഒരു കുത്തൽ വരും. അപ്പോൾ അതും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി.
അപ്പം ചിക്കൻ്റെ എല്ലൊക്കെ കളഞ്ഞ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സവാളക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴൊക്കെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. തീ കുറച്ചൊന്നും വെക്കേണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, അതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ മാവിൽ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ലൂസായി വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം ആദ്യം വെള്ളം ഒഴിക്കാനായിട്ട്. നമുക്ക് ഈ മാവ് 2 ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അതിൽ ഒരു പോർഷൻ എടുത്ത് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കങ്ങ് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ അങ്ങ് പരത്തിയെടുക്കാം. ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. നല്ല തിന്നാക്കി അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മറച്ചിട്ടിട്ട് പൊടി ഇട്ടിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതവിടെ പറ്റി പിടിച്ചു പോകും. നമുക്കിത് അവസാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കുറച്ച് വലുപ്പത്തിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഒരു 8 ഭാഗിച്ചു കൊടുക്കാം. കത്തി ഉണ്ടെങ്കിൽ കത്തി വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. അറ്റത്തോട്ടായിട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് അറ്റത്തോട്ടല്ല, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രഷിൽ കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് സൈഡിലൊന്നാക്കി കൊടുക്കുകയാണ്. അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് തൊട്ട് നനച്ചു കൊടുത്താലും മതി. നമുക്ക് 2 അറ്റവും കൂടെ ഒന്ന് കൂട്ടി അങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അങ്ങ് ഇരുന്നോളൂ. നമ്മൾ വെള്ളം ആക്കിയിട്ടുണ്ടല്ലോ, വെള്ളം ആക്കിയിട്ടില്ലെങ്കിൽ ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് പതുക്കെ ആ കൂട്ടൊക്കെ കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് ഒരു പോക്കറ്റ് പോലെ അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, പൂ പോലെ ഇരിപ്പുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, നമുക്കിതങ്ങ് ജസ്റ്റ് ഒന്ന് മടക്കി ഉരുട്ടി റോൾ ചെയ്തങ്ങ് എടുത്തിരുന്നാൽ മതി. റോൾ ചെയ്തിട്ട് ആ എഡ്ജ് അങ്ങ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം അവിടെ എഡ്ജിലൊന്ന് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് സൈഡിൽ കുറച്ചൊന്ന് ഓപ്പൺ ആയിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഉള്ളിലേക്ക് എണ്ണ കയറാനുള്ളൊരു സാധ്യതയുണ്ട്. അതിലെല്ലാം അങ്ങനെ അങ്ങ് റോൾ ചെയ്തങ്ങ് എടുക്കാം. അപ്പോൾ ഇത് എല്ലാം റോൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഒരെണ്ണം ഫുള്ളായിട്ട് വലുത് ഉണ്ടാക്കാനില്ല, ചെറിയൊരു റൗണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പല സൈസിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ പരത്തുന്ന സമയത്ത് നല്ല റൗണ്ടിൽ ഒരുപാട് അങ്ങ് ഇത്ര ഷേപ്പൊന്നും വേണമെന്നില്ല, എന്നാലും തീരെ റൗണ്ടിലൊക്കെ ആഫ്രിക്ക അന്റാർട്ടിക്കൊക്കെ ആയി പോകും ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു പ്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ അടപ്പോ വെച്ച് ജസ്റ്റ് ഒന്ന് ഷാർപ്പ് എഡ്ജ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കറക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചൊന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അതും അതേപോലെ തന്നെ കട്ട് ചെയ്ത് മസാലക്കൂട്ടൊക്കെ വെച്ച് മടക്കി റോൾ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ റോൾസാണ്. നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഒരു 3 എണ്ണം വെച്ച് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഒരുപാട് തീ കുറച്ച് വെക്കേണ്ട, ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് അങ്ങ് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അത് ആയിട്ടുണ്ട്. നമുക്കതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് എടുക്കാം. ഒന്ന് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. ഇനി അടുത്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് കഴിയും കേട്ടോ, ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഏറ്റവും ലാസ്റ്റ് കുഞ്ഞു പാക്കറ്റുകളുണ്ടല്ലോ, അതുമെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല മൊരിഞ്ഞാട്ടോ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഷേപ്പൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു പ്രത്യേക ഷേപ്പാണ്. നല്ല ക്രിസ്പിനെസ്സോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ചൂടോടെ കൂടി കഴിക്കാനാണെങ്കിൽ നല്ല ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. പിന്നെ തണുത്താലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാനൊക്കെ ടേസ്റ്റ് തന്നെയായിരിക്കും. ഒന്ന് മുറിച്ച് കാണിക്കാം. അതുകൊണ്ട് നല്ല ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. മുറിക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ടൊക്കെ കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്. അവർക്കെല്ലാം ലെയറായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആണെങ്കിലും ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. നമുക്ക് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഉറപ്പായിട്ടൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മിക്സ് അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് ഇഫ്താറിന് നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അല്ലാന്നുണ്ടെങ്കിലും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാം. ഇത് നമ്മുടെ കുട്ടി പാക്കറ്റുകളാണ്. അതും റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, മുറിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മുറിഞ്ഞു വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണുള്ളത്.
അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.